നിങ്ങളുടെ സ്നേഹത്തോളം പ്യോർ ആൻഡ് പ്രഷ്യസ്. ഹൃദയം തൊട്ടറിഞ്ഞുള്ള സർവീസ്. കവിത ഗോൾഡൻ ഡയമണ്ട്സ് പോലെ തീർത്തും വേഴ്സറ്റൈൽ. കവിത ഗോൾഡൻ ഡയമണ്ട്സ്, ദി വേഴ്സറ്റൈൽ ജ്വല്ലറി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പട്ടാമ്പിയിൽ സെമിനാർ സംഘടിപ്പിച്ചു. പട്ടാമ്പി കാർഷിക ഗവേഷണ കേന്ദ്രത്തിലായിരുന്നു സെമിനാർ നടത്തിയത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചാണ് പട്ടാമ്പിയിൽ സെമിനാർ സംഘടിപ്പിച്ചത്. മണ്ണ്, ജലസംരക്ഷണം, കേരള മാതൃക എന്ന വിഷയത്തിലായിരുന്നു ഏകദിന സെമിനാർ. പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ വെച്ചായിരുന്നു സെമിനാർ സംഘടിപ്പിച്ചത്. മുഹമ്മദ് മോസിൻ MLA സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്രീയമായ പിൻബലത്തോടെ സംസാരിക്കാൻ പറ്റുന്ന ആളുകളാണ് RIRSലെ നമ്മുടെ പ്രൊഫസേഴ്സ് ആയിട്ടുള്ള ആളുകൾ. അവരെല്ലാവരും ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. അതുപോലെ മാലിന്യ സംസ്കരണത്തിന് വലിയ എക്സ്പീരിയൻസ് ഉള്ള ആ കാര്യങ്ങളും ഇവിടെ സംസാരിച്ചു. നമ്മുടെ ആവാസ വ്യവസ്ഥ അത് നിലനിർത്തി പോകാൻ പ്രകൃതിയെയും പരിസ്ഥിതിയെയും നമ്മൾ പരിഗണിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കുറച്ച് പരിഗണിക്കുന്നത് അതാണ്. പലപ്പോഴും നമുക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മൾ പൊതുവേ മറക്കുന്നത്. ഇപ്പം നമ്മളെ കുടുംബമാണെങ്കിലും നമ്മൾ മറ്റുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് പരിഗണന കൊടുക്കാറ്. പല കാര്യങ്ങളും വീട്ടിലുള്ള കാര്യങ്ങൾ പോലും കേൾക്കാനോ അറിയാനോ നമ്മൾ നിൽക്കാറില്ല. നമ്മൾ ഈ ലോകം ഇതെല്ലാം ഒരു കുടുംബമാണെങ്കിൽ നമുക്ക് നന്നായി ജീവിച്ച് മുന്നോട്ട് പോകാൻ നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മണ്ണും ജലവും വായുവും എല്ലാം. ജലസംരക്ഷണം എന്ന വിഷയത്തിൽ ഡോക്ടർ മൂസ, മണ്ണിന്റെ ആരോഗ്യ പരിപാലനം എന്ന വിഷയത്തിൽ ഡോക്ടർ തുളസി, മാലിന്യ സംസ്കരണം മാറേണ്ട ധാരണകൾ എന്ന വിഷയത്തിൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം V മനോജ് എന്നിവർ ക്ലാസ് എടുത്തു. V ഗോപിനാഥ് മോഡറേറ്ററായിരുന്നു. ജില്ലാ പ്രസിഡന്റ് K സുധീർ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. രാമചന്ദ്രൻ, P അരവിന്ദാക്ഷൻ, ഡോക്ടർ പുരുഷോത്തമൻ, D മനോജ്, ശാന്തകുമാരി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. കൃത്യമായി നെല്ലിന് വേണ്ട പോഷകങ്ങൾ സമയാസമയങ്ങളിൽ കിട്ടാത്തതുകൊണ്ടാണ് ഇത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇതൊക്കെ മാറും. ഇപ്പൊ നമുക്ക് നമ്മൾ ഇങ്ങനെ പോയാൽ അടുത്ത തലമുറക്ക് ഭക്ഷണം ഉണ്ടാവുമോ എന്നൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട്. ഒന്നും വേണ്ട. ഇപ്പൊ നമ്മൾ കിട്ടുന്ന 2 ടൺ അതൊരു 25 ടണ്ണായി മാറാൻ അധികകാലം വേണ്ട. 80 ടൺ എന്ന പൊട്ടൻഷ്യൽ ഞാനിപ്പോ പറഞ്ഞു. എല്ലാ വിളകളുടെയും ശാസ്ത്ര സാങ്കേതിക രീതി വഴി ഉൽപാദനം ഗണ്യമായി ഭാവിയിൽ വർദ്ധിക്കും. ഇതുകൊണ്ട് തന്നെ നമുക്ക് പിടിച്ചെടുത്താൻ വേണ്ടി പറ്റും. അതിൽ വലിയൊരു പങ്ക് വെള്ളത്തിനാണ്. അതിലൊരു വലിയ പങ്ക് വെള്ളത്തിനാണ്. വെള്ളം വഴി മാത്രമാണ് മൂലങ്ങൾ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നത്. എല്ലാ സാങ്കേതിക വിദ്യയും വെള്ളം വഴി നമുക്ക് കൊടുക്കാൻ പറ്റും. ഇങ്ങനെയാണെങ്കിൽ കുറഞ്ഞ വെള്ളം കൊണ്ട് തന്നെ നമുക്ക് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ വേണ്ടി പറ്റും. അതാണ് ആ രീതിയിലുള്ള നെല്ലിന്റെ ഗവേഷണങ്ങളാണ് ഇപ്പൊ നമ്മൾ നടക്കുന്നത്. ഇപ്പൊ എല്ലാവരും നെൽകൃഷി ഇപ്പൊ കാലാവസ്ഥാ വ്യതിയാനത്തിന് പ്രധാന ഒരു ഘടകമാണെന്ന് പറഞ്ഞിട്ട് മീഥേൻ വാതകം നെൽകൃഷിയിൽ നിന്ന് കണ്ടമാനം പോകുന്നുണ്ട്. ആ ഉള്ള നെൽകൃഷി ഒഴിവാക്കിയിട്ട് ഇവന് വീണ്ടും അവിടെ പോയി ഗോതമ്പ് വാങ്ങിക്കുന്നതെന്നാണ് ഇപ്പൊ പറയുന്നത്.